കൃത്യമായി വായിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്നാണ് പറയാനുള്ളത്. കൃത്യമായിട്ട് വായിക്കണം. ഓക്കെ, അത് കുറച്ചേ നമ്മൾ കൈകാര്യം ചെയ്യുള്ളൂ. മാത്രമല്ല, ഇപ്പോൾ വിക്ടേഴ്സിൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്നുള്ള രൂപത്തിലല്ല നാം ഇവിടെ പോകുന്നത്. നാം അതത് പാഠഭാഗങ്ങൾ ഇവിടെ തന്നെ എടുക്കുന്ന രൂപത്തിലേക്കാണ് പോകുന്നത്. വിക്ടേഴ്സിലെ ക്ലാസ്സുകൾ എല്ലാവരും കാണുക. അതിൽ പറയുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്തിട്ട് എനിക്ക് അയച്ചു തരികയും ചെയ്യുക. ഓക്കെ, ഇവിടുന്ന് പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അതിന് ഏകദേശം ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും പോവുക. അവിടെ ഇപ്പോൾ റിവിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാനൊന്ന് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കയ്യിൽ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാകും. അതൊന്ന് എടുക്കുക. എല്ലാവരുടെ കയ്യിലും ഇല്ലേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ. ആർക്കെങ്കിലും ഇല്ലാതുണ്ടോ ടെക്സ്റ്റ് ബുക്ക് കിട്ടാതെ? കിട്ടിയിട്ടില്ലേ? ഒരാൾക്കല്ലേ ഇല്ലാതുള്ളൂ? ഇനി ബാക്കി ഉള്ള എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. അല്ലാത്തവർ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരും. അത് എന്ത് ചെയ്യുക, നോക്കുക. ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഞാനൊന്ന് എൻ്റെ ഈ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് സ്ക്രീനിലേക്ക് ഇത് ചെയ്യാം. ഒന്ന് നോക്കാം, ഒരു മിനിറ്റ്. ഞാൻ നെറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, അപ്പം എൻ്റെ സ്ക്രീൻ എല്ലാവർക്കും കാണാമല്ലോ? ഒന്ന് പറയൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് നോക്കാം. നമ്മുടെ ഒന്നാം വോള്യത്തിൻ്റെ ഉള്ളത് 3 യൂണിറ്റുകളാണ് ഉള്ളത്. ഒന്നാമത്തെ യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്നും, സെക്കൻഡ് വൺ ദ ഫ്രെയിംസും, തേർഡ് വൺ ലോർസ് ഓഫ് വാല്യൂസ് എന്നുള്ള 3 യൂണിറ്റുകളാണ് ഒന്നാം വോള്യത്തിൽ ഉള്ളത്. രണ്ടാം വോള്യത്തിൽ ഇതേപോലെ ഐ തിങ്ക് ദർ ആർ 2 units and total 5 units are there in the English course book for the SLC examination. ഇനി ശ്രദ്ധിക്കാതെ ഒന്നാമത്തെ ഞാനിപ്പോൾ പറയുന്ന പേജ് നമ്പർ കിട്ടിയിട്ടുണ്ടാകും. ആ ഫസ്റ്റ് ഭാഗം 7ാമത്തെ പേജ്, അതിന് നമ്പറില്ല. 7ാമത്തെ പേജിൽ നിന്നാണ് ഒന്നാമത്തെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നോക്കാം. യൂണിറ്റ് 1, യൂണിറ്റിൻ്റെ പേര് ഇതാണ്, ഗ്ലിംസസ് ഓഫ് ഗ്രീൻ. ഗ്ലിംസസ് മീൻസ് കാഴ്ചകൾ എന്ന് പറയാം. ഓഫ് ഗ്രീൻ മീൻസ് പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ. ദാറ്റ് മീൻസ് ഗ്ലിംസസ് ഓഫ് നേച്ചർ. അവിടെ ഗ്രീൻ മീൻസ് നേച്ചർ, പ്രകൃതി. പ്രകൃതിയുടെ കാഴ്ചകൾ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വെക്കാം, അർത്ഥം വെക്കാം. അപ്പോൾ അതിനെ നാം മനസ്സിലാക്കേണ്ടത് വരുന്ന യൂണിറ്റ്, ദ കമ്മിങ് യൂണിറ്റ് ഈസ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ നേച്ചർ. പ്രകൃതിയെക്കുറിച്ചുള്ള യൂണിറ്റാണ് ഒന്നാമത്തെ ഇതിൽ. അതുമായിട്ട് ബന്ധപ്പെട്ട കഥകളും കവിതകളും മറ്റുമൊക്കെ ആയിരിക്കും ഒന്നാമത്തെ യൂണിറ്റിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു QR കോഡൊക്കെ കാണാം അല്ലേ? ഒരു കോഡ് കാണാം. ഇത് നിങ്ങൾക്ക് എന്തിനു മൊബൈലിൽ QR കോഡ് സ്കാനർ ഉണ്ടെങ്കിൽ ഇത് സ്കാൻ ചെയ്താൽ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. വീഡിയോ, ഓഡിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ലഭിക്കും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു QR കോഡ് ഇവിടെ ഉള്ളത്. മിക്കവാറും എല്ലാ പാഠപുസ്തകത്തിലും ഇതേപോലെ QR കോഡ് കാണാം. അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്നാണ്. അതിലുള്ളത് അതിൻ്റെ താഴെ കാണാം, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, ദ സ്നേക്ക് ആൻഡ് ദ മിറർ.
ഓക്കെ, ഇത് രണ്ടും ഷോർട്ട് സ്റ്റോറിയാണ്. ദെൻ ദ പോയം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്, വില്യം വേർഡ്സ്വർത്ത് എഴുതിയ ഒരു പോയം. ഇങ്ങനെ 3 ദർ ആർ 3 2 stories and 1 poem are there in the first unit, ഒന്നാമത്തെ യൂണിറ്റിലുള്ളത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, നമുക്ക് നേരിട്ട് പാഠത്തിലേക്ക് തന്നെ അധികം ഇതൊന്നും ഇല്ലാതെ SLC ആയതുകൊണ്ട് ഇനി അധികം ഇൻട്രൊഡക്ഷനും മറ്റു കാര്യങ്ങളും ഒന്നുമില്ലാതെ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. അപ്പോൾ ഒന്നാമത്തെ ഭാഗം ശ്രദ്ധിക്കുക, പേജ് നമ്പർ ഐ തിങ്ക് 9, 9ാമത്തെ പേജ് നമ്പറിൽ പറയുന്നത് ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ഓക്കെ, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്, ആൻ ഇന്ത്യൻ ഓതർ. ഓക്കെ, റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന ഇന്ത്യൻ ഓതറാണ്, ഇന്ത്യക്കാരനായ എഴുത്തുകാരനാണ് റസ്കിൻ ബോണ്ട്. അദ്ദേഹം എഴുതിയ സ്റ്റോറി, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്നുള്ളത്. ഇതാണ് നമുക്ക് ഒന്നാമതായി പഠിക്കാനുള്ളത്. ഓക്കെ, ദെൻ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രൂപത്തിൽ ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ച് നോക്കാം, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീയിങ്സ്. Man should live in harmony with nature. Being one with nature is always mesmerizing. Have you ever got a chance to spend your leisure time with nature? Let us read how a boy experienced and blended with the essence of nature. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്ന് അതിൻ്റെ മീനിങ് ശ്രദ്ധിക്കുക. നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീയിങ്സ്. പ്രകൃതി എന്നുള്ളത് ഫോർ ഓൾ ലിവിങ് ബീയിങ്സ്. ഓക്കെ, ലിവിങ് ബീയിങ്സ് മീൻസ് ജീവജാലങ്ങൾ, എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ്. നോട്ട് ഫോർ ഓൺലി ഹ്യൂമൻസ്, മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല എന്നാണ്. ദെൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ, എൻ്റെ സ്ക്രീൻ കാണുന്നില്ലേ? അത് അതിൻ്റെ ഇടയിൽ ആരോ പ്രസൻറ്റിങ് ചെയ്തല്ലോ. ഇപ്പം കാണുന്നുണ്ടോ? എന്നെ കാണുന്നല്ല, ഇത് പ്രസൻറ്റേഷൻ കാണുന്നുണ്ടോ? ടെക്സ്റ്റ് ബുക്കിൻ്റെ കോപ്പി കാണുന്നുണ്ടോ? ഒരു മിനിറ്റ്. ഇപ്പം കാണുന്നുണ്ടോ? ഇല്ലേ? ടെക്സ്റ്റ് ബുക്കിൻ്റെ കോപ്പി കാണുന്നില്ല? ഉണ്ടാവുമല്ലോ. നിങ്ങളെ നെറ്റിന് എന്തെങ്കിലും, അതിലാരോ ഏതോ ഒരാൾ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, സ്ക്രീൻ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് വേറെ, നിങ്ങളാരോ ഒരാൾ. അതൊന്ന് നിർത്തണം. മൊബൈലിൽ നിന്ന് നോക്കുന്ന ആരോ ഒരാൾ. ഒരു മിനിറ്റ്, ഞാൻ ഒന്നുകൂടി സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. ഓക്കെ, ശ്രദ്ധിക്കാം. ഉണ്ട് മോളെ, ഇല്ലേ? സ്ക്രീൻ കാണുന്നില്ല. ഇപ്പോഴോ? ഈ കാണുന്നില്ല എന്ന് പറയുന്ന ആള് അവരിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ കയ്യിൽ? എന്നാൽ അതിൽ നോക്കിയാൽ മതി. ഞാൻ വായിക്കുമ്പോൾ അതിൽ നോക്ക് കേട്ടോ. ഓക്കെ. അപ്പോൾ ആദ്യത്തെ 8ാമത്തെ പേജിൽ ശ്രദ്ധിക്കുക, 9ാമത്തെ പേജിൽ ആ പാഠത്തിൻ്റെ ഹെഡിങ്ങിൻ്റെ മുകളിലുള്ള ഭാഗമാണ് ഞാൻ വായിച്ചത്, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രൂപത്തിൽ. അതൊന്ന് ജസ്റ്റ് വായിച്ച് വേണം, കഥയായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രൂപത്തിലാണ് അവിടെ കൊടുത്തത്. ഓക്കെ, നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീയിങ്സ്. മാൻ ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ് ഏത്? പ്രകൃതി എന്നുള്ളത്. മാൻ ഷുഡ് ലിവ്, മനുഷ്യൻ ജീവിക്കണം, ഇൻ ഹാർമണി വിത്ത് നേച്ചർ,
പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കണം. മീൻസ് ഹാർമണി മീൻസ് സൗഹാർദ്ദം എന്നുള്ള അർത്ഥത്തിലാണ്. സൗഹാർദ്ദപരമായി ജീവിക്കണം. ബീയിങ് വൺ വിത്ത് നേച്ചർ ഈസ് ഓൾവേസ് മെസ്മറൈസിങ്. അവിടെ ഒരു വാക്കുണ്ട്, അത് ശരിക്കും ശ്രദ്ധിക്കുക. ബീയിങ് വൺ വിത്ത് നേച്ചർ, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക. ബീയിങ് വൺ എന്ന് പറഞ്ഞാൽ ഒറ്റ അല്ലേ, ഒരുപോലെ ജീവിക്കുക എന്നുള്ളത് പ്രകൃതി. അപ്പോൾ ഇണങ്ങി ജീവിക്കുക എന്നുള്ളത് ഓൾവേസ് മെസ്മറൈസിങ് എന്നുള്ളതിൻ്റെ മീനിങ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. മനം മയക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ്. ഒന്ന് അവിടെ കുറിച്ച് വെച്ചോളൂ എവിടെയെങ്കിലും, അല്ലെങ്കിൽ അവിടെ തന്നെ ആ ടെക്സ്റ്റ് ബുക്കുള്ള ആളുകൾ അവിടെ തന്നെ പെൻസിലുണ്ടോ മറ്റോ ചെയ്ത് വെക്കാം. ഞാനത് പിന്നീട് അതിൻ്റെ അർത്ഥം ഗ്രൂപ്പിൽ ഇട്ട് തരാം, അപ്പോൾ എഴുതിയാൽ മതി. ഓക്കെ. മെസ്മറൈസിങ് മീൻസ് മനം മയക്കുന്ന ഒരു, അതായത് പ്രകൃതിയായിട്ട് ജീവിക്കുക എന്നുള്ളത് മനം മയക്കുന്ന ഒരു കാര്യമാണ്. ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ് ടു സ്പെൻഡ് യുവർ ലേഷ്യർ ടൈം വിത്ത് നേച്ചർ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ടോ? ലേഷ്യർ ടൈം മീൻസ് ഫ്രീ ടൈം, പ്രകൃതിയുമായിട്ട് ചിലവഴിക്കാൻ. Let us read how a boy experienced and blended with the essence of nature. Let us read how a boy experienced ഒരു കുട്ടിയുടെ അനുഭവം നമുക്ക് വായിക്കാം. ആൻഡ് ബ്ലെൻഡഡ് വിത്ത്, ആ കുട്ടി എന്തായത് ബ്ലെൻഡഡ് വിത്ത് ദ എസെൻസ് ഓഫ് നേച്ചർ. ബ്ലെൻഡഡ് മീൻസ് മിക്സഡ്, ഇണങ്ങി ജീവിച്ചു. വിത്ത് ദ എസെൻസ് ഓഫ് നേച്ചർ. എസെൻസ് മീൻസ് സത്ത്, ഓഫ് നേച്ചർ പ്രകൃതിയുടെ സത്തുമായി മിക്സ് ചെയ്ത് ജീവിച്ചു മീൻസ് പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ച ഒരു കുട്ടിയുടെ കഥയാണ് എന്ത് ചെയ്യുന്നത് താഴെ പറയുന്നത്. ദെൻ ഇറ്റ് മീൻസ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ഈസ് എ സ്റ്റോറി ഓഫ് എ ബോയ് ഹൂ ലിവ്ഡ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ച ഒരു കുട്ടിയുടെ കഥയാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ പാഠത്തിൻ്റെ ഇത് നിങ്ങൾക്ക് എന്താണ്, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്നുള്ളതിൽ പഠിക്കേണ്ട ഒരു സെൻറ്റൻസ്, നമുക്കൊരു സെൻറ്റൻസിൽ നമുക്കല്ലേ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ അങ്ങനെയല്ലേ എഴുതാൻ വേണ്ടി പറയുക. 2 സെൻറ്റൻസുകൾ ഇപ്പോൾ നമുക്ക് കിട്ടണം. ആരാണ് ഈ കഥ എഴുതിയത്, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ. ആരെങ്കിലും 2-3 ആളുകൾ അത് തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരണം. ആരാ എഴുതിയത്? റസ്കിൻ ബോണ്ടാണ് എഴുതിയത്. അപ്പോൾ നമുക്കത് ഇംഗ്ലീഷിൽ എങ്ങനെ സെൻറ്റൻസ് ആക്കാം? അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ഈസ് ദ സ്റ്റോറി എന്നുള്ളത് കൂട്ടിച്ചേർക്കണം. ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ഈസ് റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്. ഒന്ന് തിരിച്ചു പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ആരെങ്കിലും ഒരാൾ. അതിൽ ഞാൻ ആദ്യം കാണുന്ന ആൾ കീർത്തന KS. ആരാണ്? ഒന്ന് പറയൂ. പറഞ്ഞോളൂ. അല്ല, അത് പറയണ്ട. ഞാൻ പറഞ്ഞ സെൻറ്റൻസ് മാത്രം. അതായത് റസ്കിൻ ബോണ്ടാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന സ്റ്റോറി എഴുതിയത് എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് പറയും. ബനിയൻ ട്രീ അല്ലേ? ആ ചെറിയ തെറ്റുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, വെരി ഗുഡ്. ദെൻ ഇനി ആര് പറയും? ആരാണ്? വീട്ടിൽ പേര് കൃത്യമായിട്ടല്ലാത്തത് കൊണ്ട് ഒരാൾ പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്തിട്ട് അറിയുന്ന ആൾ പറഞ്ഞു. ഷിംന CK ഉണ്ടോ? പറയാവോ? ദെൻ വേറെ ആര് പറയും? ആർക്കും ധൈര്യമില്ലേ? അൺമ്യൂട്ട് ചെയ്ത് പറയൂ. ആരെങ്കിലും ഒരാൾ പറഞ്ഞോളൂ. ഓക്കെ, വെരി ഗുഡ്. ദെൻ ഇനി ആർക്കെങ്കിലും പറയണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പോൾ എങ്ങനെ പറയാം? ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ വാസ് റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്. ഒന്നാമത്തെ സെൻറ്റൻസ്. അപ്പോൾ ഇതിൽ ചോദിച്ചാൽ ഒരു എസ്സേ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ സെൻറ്റൻസ് അത് എഴുതാം. ഇനി വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ? അഡ്വഞ്ചേഴ്സ് മീൻസ് സാഹസികതകൾ എന്നാണ്. ഇൻ എ ബാനിയൻ ട്രീ മീൻസ്, ഈ ബാനിയൻ ട്രീ മീൻസ് ആൽമരം എന്നുള്ളതാണ്. ആൽമരം. അപ്പോൾ ആൽമരത്തിൽ നടന്ന ചില സംഭവങ്ങളെക്കുറിച്ചാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്.
ഓക്കെ. ദെൻ ഞാൻ ഒന്നാമത്തെ പാരഗ്രാഫ് വായിക്കുകയാണ്. നമുക്ക് കൂടുതൽ സമയം ഇല്ലാത്തതുകൊണ്ട് നേരിട്ട് പാഠത്തിലേക്ക് പോവുകയാണ്. നമുക്ക് പാഠം പഠിക്കുക എന്നുള്ളതാണ് ഇത്. ദെൻ ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം in India were grandfather's domain. The magnificent old banyan tree was mine, chiefly because grandfather, at the age of 65, could no longer climb it. Grandmother used to tease him about this, and would speak of a certain Countess of Desmond, an English woman who lived to the age of 117, and would have lived longer if she hadn't fallen while climbing an apple tree. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. The tree was older than the house, older than grandfather, as old as the town of Dera, nestling in a valley at the foot of the Himalayas. അപ്പോൾ അതിൻ്റെ ഒരു വായിക്കണം, ഇതൊന്ന് രണ്ട് തവണ വായിക്കണം കൃത്യമായിട്ട്. അതിൻ്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കുക. ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ വേർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമെയിൻ. ഡൊമെയിൻ മീൻസ് മുഖ്യമായ സ്ഥലം എന്നാണ്. അപ്പോൾ ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം, ഞങ്ങളുടെ വീടും പരിസരവും ഇൻ ഇന്ത്യ, ഇന്ത്യയിലുള്ള ഞങ്ങളുടെ വീടും പരിസരവും വേർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമെയിൻ, ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറുടെ മുഖ്യ സ്ഥലമായിരുന്നു, മീൻസ് വിഹാര കേന്ദ്രമായിരുന്നു. ദ മാഗ്നിഫിഷ്യൻറ്റ് ഓൾഡ് ബാനിയൻ ട്രീ വാസ് മൈൻ. വീടും പരിസരവും അദ്ദേഹത്തിൻ്റെതാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ മീൻസ് അദ്ദേഹം എന്താണ്, ഒരു അദ്ദേഹത്തിൻ്റെ ആധിപത്യത്തിലുള്ള ഒരു സ്ഥലമായിരുന്നു. ദ മാഗ്നിഫിഷ്യൻറ്റ് ഓൾഡ് ബാനിയൻ ട്രീ. പക്ഷേ മാഗ്നിഫിഷ്യൻസ് മീൻസ് എന്താണ്, വലിയ. ഓൾഡ് ബാനിയൻ ട്രീ എന്താണ്, ഓൾഡ് കുറേ കാലമായുള്ള ബാനിയൻ ട്രീ. ബാനിയൻ ട്രീ മീൻസ് ആൽമരം എന്നുള്ള, അല്ലെങ്കിൽ വടവൃക്ഷം എന്നും പറയാം. വടവൃക്ഷം എന്നും പറയാം. അത് വലിയ മരം എന്നുള്ള, ആൽമരമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഏറ്റവും വലിയൊരു ആൽമരം. വാസ് ഓൾഡ് ബാനിയൻ ട്രീ വാസ് മൈൻ. ആ ബാനിയൻ ട്രീ ആരുടേതായിരുന്നു? മൈൻ, എൻ്റേതായിരുന്നു. ചീഫ്ലി ബിക്കോസ്, എന്താ അതിന് കാരണം? ഗ്രാൻഡ് ഫാദർ അറ്റ് ദി ഏജ് ഓഫ് 65, ഗ്രാൻഡ് ഫാദറിന് എത്ര വയസ്സായി? ഏജ് ഓഫ് 65, ഈ 65-ാം വയസ്സിൽ കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്, അദ്ദേഹത്തിന് അത് കയറാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ബാനിയൻ ട്രീ എൻ്റേതായിരുന്നു. മറ്റു വീടും പരിസരവും ആരുടെ അണ്ടറിലായിരുന്നു? ഗ്രാൻഡ് ഫാദറിൻ്റെ അണ്ടറിലായിരുന്നു. അപ്പോൾ ഞാൻ അധികവും ഉണ്ടാകാറ് എവിടെയാണ്? ഈ ബാനിയൻ ട്രീയുടെ മുകളിലാണ്. ഗ്രാൻഡ് ഫാദർ അറ്റ് ദി ഏജ് ഓഫ് 65 കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. ഓക്കെ, അത് എന്താ കാരണം? ഞാൻ അതിൻ്റെ മുകളിൽ ഇരിക്കാൻ കാരണം ഗ്രാൻഡ് ഫാദറിന് ക്ലൈംബ് മീൻസ് കയറുക, അവിടെ കയറാൻ വേണ്ടി കഴിയില്ല. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം അബൌട്ട് ദിസ്. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം, ടീസ് മീൻസ് കളിയാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കി അബൌട്ട് ദിസ്, ഇതിനെ സംബന്ധിച്ച്. അതായത് എന്തിനെ സംബന്ധിച്ച്? ഹീ കുഡ് നോട്ട് ക്ലൈംബ് ദ ബാനിയൻ ട്രീ, ബാനിയൻ ട്രീയിൽ കയറാൻ കഴിയാത്തതിനെ കുറിച്ച്. ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് സെർട്ടൻ കൗണ്ടസ് ഓഫ് ഡെസ്മൗണ്ട്, ആൻ ഇംഗ്ലീഷ് വുമൺ. മാത്രമല്ല അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി ആരെക്കുറിച്ച് പറയുമായിരുന്നു? ആൻ ഇംഗ്ലീഷ് വുമൺ, ഒരു ബ്രിട്ടീഷുകാരിയായ സ്ത്രീയെക്കുറിച്ച്. ഹൂ ലിവ്ഡ് ടു ദ ഏജ് ഓഫ് 117, 117 വയസ്സ് വരെ ജീവിച്ച. ആൻഡ് വുഡ് ഹാവ് ലിവ്ഡ് ലോങ്ങർ, അത് ആ സ്ത്രീ എന്തായിരുന്നു? 117 വയസ്സ് വരെ ജീവിച്ചു. ആൻഡ് വുഡ് ഹാവ് ലിവ്ഡ്, ജീവിക്കുമായിരുന്നു, ലോങ്ങർ, ഇനിയും കൂടുതൽ കാലം. ഈഫ് ഷീ ഹാഡിൻറ്റ് ഫാളൻ വൈൽ ക്ലൈംബിങ് ആൻ ആപ്പിൾ ട്രീ, അവൾ ആ സ്ത്രീ ഇല്ലായിരുന്നെങ്കിൽ, ഫാളൻ വീണിട്ടില്ലായിരുന്നെങ്കിൽ,
വൈൽ ക്ലൈംബിങ് ആൻ ആപ്പിൾ ട്രീ, ഒരു ആപ്പിൾ ട്രീയിൽ കയറുമ്പോൾ വീണിട്ടില്ലായിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ കാലം ആ സ്ത്രീ ജീവിക്കുമായിരുന്നു. ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബാനിയൻ ട്രീ. അപ്പം ഇതിനു മുമ്പ് പറഞ്ഞത് എന്താണ്, ഈ ഇംഗ്ലീഷ് സ്ത്രീയെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, അത് കയറുമ്പോൾ വീണിട്ടില്ലായിരുന്നെങ്കിൽ കുറേ കാലം ജീവിക്കുമായിരുന്നു. എന്തിനാണിത് പറയുന്നത്? ടു ടീസ് ഗ്രാൻഡ് ഫാദറിനെ കളിയാക്കാൻ വേണ്ടി. നിങ്ങൾക്കത് മരത്തിൽ കയറാൻ പറ്റുന്നില്ലല്ലോ എന്ന് കളിയാക്കാൻ വേണ്ടി. ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബാനിയൻ ട്രീ. ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ്, സ്പ്രെഡിങ് മീൻസ് വിടർന്നു നിൽക്കുന്ന, ബ്രാഞ്ചസ് മീൻസ് ശിഖിരങ്ങൾ, ഓഫ് ദ ബാനിയൻ ട്രീ വിച്ച് കേർവ്ഡ് ദ ഗ്രൗണ്ട് ആൻഡ് ടുക്ക് റൂട്ട് അഗെയിൻ. ആ ബാനിയൻ ട്രീ എന്താണ്? വിച്ച് കേർവ്ഡ് മീൻസ് ഇങ്ങനെ കേവ് അറിയാലോ, വളഞ്ഞു നിൽക്കുക. ആൻഡ് കേർവ്ഡ് ടു ദ ഗ്രൗണ്ട് ആൻഡ് ടുക്ക് റൂട്ട് അഗെയിൻ. അതിങ്ങനെ വളഞ്ഞ് ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ്. ആൻഡ് ടുക്ക് റൂട്ട് അഗെയിൻ. ആ വളഞ്ഞ സ്ഥലത്ത് എന്തും വന്നിട്ടുണ്ട്? റൂട്ട്, വീണ്ടും വേരുകൾ വന്നിട്ടുണ്ടല്ലേ. നമ്മൾ സാധാരണ ബാനിയൻ ട്രീ, ആൽമരം കാണുന്നതാണ്. അതിൽ നിന്ന്, അതിൻ്റെ ശിഖരത്തിൽ നിന്നും താഴത്തോട്ട് വള്ളികൾ വന്നത് ഭൂമിയിൽ വേരുകളായി നിൽക്കാറുണ്ട്. അതേപോലെ ദ ട്രീ വാസ് ഫോമിങ് എ മെയ്സ് ഓഫ് ആർച്ചസ്. ഇതെങ്ങനെയുണ്ട്? എ മെയ്സ് ഓഫ് ആർച്ചസ്. മെയ്സ് എന്നുള്ളതിൻ്റെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് മീനിങ് സങ്കീർണമായ. അപ്പോൾ സങ്കീർണമായ, ആർച്ചസ് മീൻസ് കമാനം, ഇങ്ങനെ കമാനാകൃതിയിലുള്ള ബ്രാഞ്ചുകൾ. അത് ഗേവ് മീ എൻഡ്ലെസ് പ്ലഷർ. എനിക്ക് എന്ത് നൽകി? എൻഡ്ലെസ് പ്ലഷർ. ഓക്കെ, പ്ലഷർ മീൻസ് ഹാപ്പി. എനിക്ക് അത്യധികം സന്തോഷം നൽകി. കാരണം ഈ മരത്തിൽ കയറാനും ഒക്കെ വളരെ എളുപ്പമാണ്, ഇതിലൂടെയൊക്കെ കളിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഇങ്ങനെ വളഞ്ഞ കൊമ്പുകളും മറ്റും എനിക്ക് അത്യധികം സന്തോഷം നൽകി. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. മരം വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. എൻ്റെ വീടിനേക്കാളും എന്തുള്ളതാണ്? ഓൾഡറാണ്, പ്രായമുള്ളതാണ്. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദറിനേക്കാളും ഓൾഡറാണ്. ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ദെഹ്റ. മാത്രമല്ല, ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ദെഹ്റ. ദെഹ്റ പട്ടണത്തിൻ്റെ അത്രയും പ്രായമുള്ളതാണ്. എവിടെയാണ് ഈ ദെഹ്റ? നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദ ഫൂട്ട് ഓഫ് ദ ഹിമാലയാസ്. ഹിമാലയയുടെ ഫൂട്ടിൽ, താഴ്വാരത്ത്. നെസ്ലിംഗ് മീൻസ് ഒരു കിളികൂട് കൂട്ടിയതുപോലെയുള്ള ഒരു പട്ടണം. മീൻസ് ഹിമാലയത്തിൻ്റെ താഴ്വാരത്തിലുള്ള പട്ടണമായ ദഹ്റയുടെ അത്രയും ഓൾഡാണ് ഈ മരം. ഇപ്പോൾ ഒന്നാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞത്, ഈ കുട്ടി മിക്കവാറും എവിടെയായിരുന്നു? ഓൺ ദി ബാനിയൻ ട്രീയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അതാണ് ഒന്നാമത്തെ പാരഗ്രാഫിൽ ഫസ്റ്റ് പറഞ്ഞത്. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് സെക്കൻഡ് പാരഗ്രാഫ് കൂടി ഒന്ന് ശ്രദ്ധിക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്വിറൽ. മൈ ഫസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ആദ്യത്തെ കൂട്ടുകാരൻ, ഈ ബാനിയൻ ട്രീയിലെ എൻ്റെ ആദ്യത്തെ കൂട്ടുകാരൻ. ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്വിറൽ. ആരായിരുന്നു? മൈ ഫസ്റ്റ് ഫ്രണ്ട് വാസ് എ സ്മോൾ ഗ്രേ സ്ക്വിറൽ. എല്ലാവർക്കും അറിയാലോ, അണ്ണാൻ. ആർച്ചിങ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ. അവനെ കുറിച്ച് പറഞ്ഞതാണ്. ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ. സ്നിഫിങ് ഇൻ ടു ദ എയർ. എയർ മീൻസ് അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ മണപ്പിച്ചുകൊണ്ട്, അല്ല നമുക്ക് അറിയാലോ, അങ്ങനെ ഉള്ളൊരു സ്ക്യൂറലായിരുന്നു എൻ്റെ ആദ്യ കൂട്ടുകാരൻ. ഹി സീംഡ് അറ്റ് ഫസ്റ്റ് റിസെൻറ്റ് മൈ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. മീനിങ് ഇവിടെ ഞാൻ കൊടുത്തിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇൻവേഷൻ, റിസെൻറ്റ് മീൻസ് നീരസം, ഇൻവേഷൻ മീൻസ് അധിനിവേശം. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞത് ഈ ഒരു അണ്ണാനായിരുന്നു എൻ്റെ ആദ്യത്തെ കൂട്ടുകാരൻ. പക്ഷേ ഹി സീംഡ് അറ്റ് ഫസ്റ്റ്, ആദ്യം അവൻ കാണപ്പെട്ടു, ടു റിസെൻറ്റ് എന്ന് പറഞ്ഞാൽ നീരസമുള്ളതായി,
മൈ ഇൻവേഷൻ, എൻ്റെ അധിനിവേശം, ഓഫ് ഹിസ് പ്രൈവസി, അവൻ്റെ സ്വകാര്യതയിൽ, മീൻസ് അവൻ കളിക്കുന്ന സ്ഥലമാണ് അല്ലേ, ആര് സ്ക്യുറൽ കളിക്കുന്ന സ്ഥലമാണ് അവിടെ. പക്ഷെ അവിടെ ഞാൻ അധിനിവേശം നടത്തിയപ്പോൾ, മീൻസ് ഞാൻ അവിടെ പോയി ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം അവന് എന്തുണ്ടായി, റിസെൻറ്റ് മീൻസ് നീരസമുണ്ടായി. പക്ഷേ ആർക്ക്, ഈ അണ്ണാൻ. ബട്ട് വെൻ ഹീ ഫൗണ്ട് ദാറ്റ് ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ് വിത്ത് എ കാറ്റാപ്പൽറ്റ് ഓർ എയർ ഗൺ ഹീ ബിക്കെയിം ഫ്രണ്ട്ലിയർ. പക്ഷേ പിന്നീട് അവന് മനസ്സിലായപ്പോൾ, വെൻ ഹീ ഫൗണ്ട് ദാറ്റ്, അവന് മനസ്സിലായി എന്താണ്, ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ്, ഞാൻ അവനെ എന്ത് ചെയ്യില്ല, ആം മീൻസ് ആയുധം, എൻ്റെ കയ്യിൽ എന്തില്ല, ആയുധമൊന്നുമില്ല, വിത്ത് എ കാറ്റാപ്പൽറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ കവണ, അതവിടെ ചിത്രം, ഈ നമ്മൾ കല്ലൊക്കെ വെച്ചിട്ട് ഇതിനെയൊക്കെ ഇത് ചെയ്യാറില്ലേ, തെറ്റാലി കവണ, നമ്മളൊക്കെ കവണ എന്ന് പറയുക, ഓക്കെ തെറ്റാലി, ചില സ്ഥലത്ത് അതിന് തെറ്റാലി പറയും, ആ തെറ്റാലിയാണ് കാറ്റാപ്പൽറ്റ്. ഓർ എയർ ഗൺ, എന്താണ്, ഒരു എയർ ഗണ്ണും എൻ്റെ കയ്യിലില്ല എന്ന് അവന് മനസ്സിലാക്കിയപ്പോൾ ദ സ്ക്യുറൽ ബിക്കെയിം ഫ്രണ്ട്ലിയർ, എന്നോട് കൂടുതൽ ഫ്രണ്ടായി മാറി. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ലീവിങ് ഹിസ് പീസസ് ഓഫ് കേക്ക് ആൻഡ് ഹിസ് ബിസ്ക്കറ്റ് he grew bolder and finally became familiar enough to take food from my hands. ലാസ്റ്റ് ഇവിടെ പറഞ്ഞത് എന്താണ്, ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ലീവിങ് ഹിം പീസസ് ഓഫ് കേക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ അവന് കൊടുക്കാൻ തുടങ്ങി, ആൻഡ് അതേപോലെ ബിസ്ക്കറ്റ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഹീ ഗ്രൂ ബോൾഡർ, അവൻ കൂടുതൽ ധൈര്യം വന്നു, ബോൾഡ് മീൻസ് ധൈര്യം. And finally became familiar enough to take food from my hands. എൻ്റെ കയ്യിൽ നിന്നും അവൻ വാങ്ങാൻ വേണ്ടി തുടങ്ങി, ഫുഡ്, ഓക്കെ, ഭക്ഷണം വാങ്ങി കഴിക്കാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, ഇത്രയാണ്, 2 പാരഗ്രാഫാണ് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇത് ചെയ്യാനുള്ളത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, നാം ഇന്നൊരു സെൻറ്റൻസ് കൃത്യമായിട്ട് പഠിച്ചു, ആരാണ് ഈ കഥ എഴുതിയത് എന്നുള്ളത് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടി പഠിച്ചു. രണ്ടാമത്തത്, ഒന്നാമത്തെ പാരഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത്, ആ ബോയ്, ഒരു കുട്ടി, അവൻ എവിടെയായിരുന്നു കളിച്ച് നടന്നിരുന്നത്, ബാനിയൻ ട്രീയുടെ പരിസരത്തായിരുന്നു കളിച്ച് നടന്നിരുന്നത്. ഓക്കെ, അവന് എന്തായിരുന്നു, ഇഷ്ടമായിരുന്നു, ഇത് ഇഷ്ടമായിരുന്നു, അതൊക്കെ നമുക്ക് ഇംഗ്ലീഷിലാക്കി പതിയെ ഓരോരോ ഇതും നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അവൻ്റെ ആദ്യത്തെ സുഹൃത്ത് ആരായിരുന്നു, എ ഗ്രേ സ്ക്യുറലായിരുന്നു, അണ്ണാനായിരുന്നു. ഓക്കെ, ഹിസ് ഫസ്റ്റ് ഫ്രണ്ട് വാസ് എ ഗ്രേ സ്ക്യുറൽ. അപ്പോൾ ഒന്നാമത്തെ ഭാഗം എങ്ങനെ പറയാം, ആ കുട്ടി ഈ ബാനിയൻ ട്രീ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എങ്ങനെ പറയാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത സെൻറ്റൻസ് പറയേണ്ടത് നാം ഇങ്ങനെ പറഞ്ഞു, എന്താണ്, ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ വാസ് റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട് എന്ന് പറഞ്ഞു. സെക്കൻഡ് സെൻറ്റൻസ്, ഈ കഥ ആരെക്കുറിച്ചുള്ളതാണ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതെങ്ങനെ പറയാം, ആരെക്കുറിച്ചുള്ളതാണ്, എ ബോയ് ആൻഡ് എ ബനിയൻ ട്രീ എന്ന് പറയണം. ഓക്കെ, ആ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറയൂ, ആരെങ്കിലും ധൈര്യമുള്ള ആളുകൾ. ആർക്കും പറയാം. പറയേണ്ടത്, ഈ കഥ ഒരു കുട്ടിയെയും ഒരു ആൽമരത്തെയും കുറിച്ചുള്ളതാണ് എന്ന് പറയണം. ആരുമില്ലേ? പറയും കീർത്തന പറയും. അപ്പോൾ അവിടെ ഒരു ഈസ് എന്നും കൂടെ ചേർത്ത് കൊടുത്താൽ ക്ലിയറായി. അപ്പോൾ എങ്ങനെ പറയാം, ദിസ് സ്റ്റോറി ഈസ് അബൌട്ട് എ ബോയ് ആൻഡ് എ ബാനിയൻ ട്രീ. ഓക്കെ, അപ്പോൾ 3 സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചു ഇതിൽ ഇന്ന്. എന്താണ്, ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ ഈസ് റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്. Okay, this story is about a boy and a banyan tree. മൂന്നാമത്തെ സെൻറ്റൻസ്, the boy's first friend was a squirrel.
ഓക്കെ. ദ ബോയ്സ് ഫസ്റ്റ് ഫ്രണ്ട് വാസ് എ സ്ക്യുറൽ. ഒരു എന്തായിരുന്നു? അണ്ണാനായിരുന്നു. ഇങ്ങനെ 3 സെൻറ്റൻസുകളാണ് ഞാൻ പഠിച്ചത് ഇതിൽ. ഇനി ഇതിലുള്ള ചോദ്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഞാൻ ചോദ്യങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അത് നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഈ ഒന്നാമത്തെ ഈ 2 പാരഗ്രാഫിൽ അല്ലേ, 2 പാരഗ്രാഫാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഈ പാഠഭാഗത്തുള്ള ഇത്രയും ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ഗ്രൂപ്പിലും ക്വസ്റ്റ്യൻ മാത്രം ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. അതിന് നിങ്ങൾക്കറിയാവുന്നത് പോലെ ഉത്തരം എന്ത് ചെയ്യുക? എഴുതുക. ഇത് വായിച്ചിട്ട് ഉത്തരം എഴുതുക. തെറ്റിയാലൊന്നും കുഴപ്പമില്ല, നോട്ട്ബുക്കിൽ തന്നെ എഴുതിക്കോളൂ. എന്നിട്ട് അത് ഫോട്ടോ എടുത്ത് എനിക്ക് പേഴ്സണലായിട്ട്, ഗ്രൂപ്പിൽ അയക്കേണ്ട, പേഴ്സണലായിട്ട് എന്ത് ചെയ്യാം? അയക്കാം. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് പറയാം. നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൽ തന്നെയാണോ ക്ലാസ് എന്ത് ചെയ്യേണ്ടത്? കണ്ടിന്യൂ ചെയ്യേണ്ടത്, അതോ നമുക്ക് വാട്സപ്പിൽ എടുക്കണോ എന്നുള്ളത് നമുക്ക് പിന്നീട് തീരുമാനിക്കും. കാരണം ഇപ്പോൾ ഇന്ന് തന്നെ ഏകദേശം 10ഓളം കുട്ടികൾ നമുക്കില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് പിന്നീട് ഇത് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഇന്നൊക്കെ സംശയമുണ്ടോ? ഒന്ന് പറയോ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് ഒരാൾ പറയൂ. സംശയമൊന്നുമില്ല. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യണം എല്ലാവരും. ഒരു കാര്യം കൂടി ചെയ്യണം. നിങ്ങൾ ഈ ഒന്നാമത്തെ പാരഗ്രാഫിൽ ഞാൻ പറയാം, 1 മിനിറ്റ്. ഒന്നാമത്തെ പാരഗ്രാഫിലെ ആദ്യത്തെ സെൻറ്റൻസ്, അതായത് ഇവിടെ വരെ, ഏത് ക്ലൈം ബിറ്റ് വരെ. ഓക്കെ, 2 സെൻറ്റൻസ് ഇല്ലല്ലോ, ഒരു സെൻറ്റൻസ് തന്നെയല്ലേ അത്? ഓക്കെ, ക്ലൈം ബിറ്റ് വരെ. അത് 3 വരിയേ ഉള്ളൂ. 4 വരി അല്ല, 3.5 വരി. ഈ 3.5 വരി വായിച്ചിട്ട് വാട്സപ്പിൽ എൻ്റെ പേഴ്സണൽ മെസ്സേജിലൊന്ന് എന്ത് ചെയ്യണം? എല്ലാവരും പോസ്റ്റ് ചെയ്യണം. കാരണം എനിക്കതൊന്നും അറിയണം, നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിക്കാൻ അറിയുന്നുണ്ടോ എന്നുള്ളത് കൂടി അറിയണം. കേൾക്കാം, പറയൂ. പറഞ്ഞോളൂ. ആരാണ് ചോദിച്ചത്? ആരാണ്? പറയൂ. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? കേൾക്കുന്നില്ല. ആദ്യത്തെ ഈ 4 വരി എല്ലാവരും വായിച്ചിട്ട് റെക്കോർഡ് ചെയ്ത് എൻ്റെ ഇതിലേക്ക് അയക്കണം. അപ്പോൾ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, ഈ വരി വായിച്ചിട്ട് ഇത് ചെയ്യുക. പിന്നെ മറ്റൊന്ന്, ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന, നാളെ രാവിലെ ആകുമ്പോഴേക്കേ പോസ്റ്റ് ചെയ്യുള്ളൂ. അതിന് ഉത്തരം നോട്ട്ബുക്കിൽ, ആ ചോദ്യവും ഉത്തരവും നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അതും എനിക്ക് ഫോട്ടോ എടുത്തിട്ട് ഇട്ട് തരിക. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പം ഈ 2 കാര്യങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ നീട്ടുന്നില്ല. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാണ്? അത് അവസാനിപ്പിക്കുകയാണ്. ഇനി ബാക്കി ആരെങ്കിലും ഇവിടെ മെസ്സേജ് ഇടാൻ ബാക്കിയുണ്ടെങ്കിൽ, അത് പേരെഴുതി മെസ്സേജ് ഇടാൻ ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് നിർബന്ധമായിട്ട് എല്ലാവരും അവർ ഇടുക. അത് അറ്റൻഡൻസ് ആയിട്ട് ഞാൻ കണക്കൂട്ടും. അപ്പം മറ്റ് സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ക്ലാസ് നിർത്താം. മറ്റേ ആക്ടിവിറ്റി ഇത് നിങ്ങളെല്ലാവരും ഇത് ചെയ്യുക. ഇതിൽ നിന്ന് ലീവ് ചെയ്യുന്നതിന് മുമ്പ്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇതിൽ നിന്ന് ലെഫ്റ്റ് ആയിക്കോളൂ. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒരു താങ്ക് യു പറഞ്ഞിട്ട് എല്ലാവർക്കും പോകാം. ഓക്കെ, ഓക്കെ. ഇതാണ് പ്രസീത
ആദിത്യ പ്രവീൺ, ഷോപ്പിത്ത് വി. ഇവർ പെട്ടെന്ന് ലെഫ്റ്റ് അടിച്ചോളൂ. പ്രസീത, ആരാണ്? ഷോപ്പിത്ത് വി.